എപ്പോഴും കേൾക്കുന്നതാണ്, അവൻ ഡിപ്രഷനാണ്, അവൾ ഡിപ്രഷനാണ്, നിരാശ നിരാശ നിരാശ. ഭയങ്കര കഷ്ടമാണ്. ഡിപ്രഷൻ എന്നുള്ള വേർഡ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പാടില്ല. അത് തെറ്റായുള്ള ആറ്റിറ്റ്യൂഡല്ലേ. എന്ത് നിരാശനാവണം? ആഗ്രഹിച്ചെല്ലാം കിട്ടണമെന്നില്ല. നമ്മൾ എഫേർട്ട് എടുക്കുന്നു. ലോകത്ത് ആഗ്രഹിച്ചത് എല്ലാം നേടി എല്ലാ ആൾക്കാരും ഇവിടെ ഇല്ലല്ലോ, അങ്ങനെ ആരും ഇവിടെ ഇല്ല എന്ന്. അപ്പം നിരാശ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റേ നമുക്ക് വേണ്ട. പലതും ആഗ്രഹിച്ച് കിട്ടില്ല, അത് ഷുവറാണല്ലോ. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവണമെങ്കിൽ നമ്മൾ റിയാലിറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുക. ചിലത് ലഭിക്കും, ചിലത് ലഭിക്കില്ല. നമ്മൾ എഫേർട്ട് എടുക്കുക. ചില കാര്യങ്ങൾ നമുക്ക് അപ്പുറമാണ്, നമ്മളിതിനെ ബോധർ ചെയ്യുന്നത്. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കും. ചിലർ പഠിച്ച സബ്ജക്റ്റിലെല്ലാം ഷൈൻ ചെയ്തത്, പഠിച്ച പ്രൊഫഷനെല്ലാം വളർന്നു വന്നത്. പലപ്പോഴും ഞാൻ ഡോക്ടറാവാൻ വേണ്ടി ആഗ്രഹിച്ചു പോയ വ്യക്തിയാണ്. വളരെ ആഗ്രഹമായിരുന്നു ഡോക്ടറാവണം. പക്ഷേ കോളേജിൽ പോയപ്പോൾ കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരുന്നു, സയൻസ് കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ. പക്ഷേ എനിക്ക് നിരാശ വന്നു, ഞാൻ വിട്ടില്ല. ഞാൻ വേറെ തരത്തിൽ ലൈഫിനെ ബിൽഡ് ചെയ്തു. ഐ ആം സക്സസ്ഫുൾ. അതിൻ്റെ അർത്ഥം എന്താണെങ്കിൽ, നമുക്ക് എന്ത് ബ്ലോക്ക് വന്നാലും അത് കപ്പറം ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ പുതിയൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. സോ എവറി എൻഡ് ഈസ് എ ന്യൂ ബിഗിനിങ്.